അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. വഴിയെത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിലെ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. ഇനി എത്ര ദശാബ്ദങ്ങൾ എൻ വഴിത്താരയിൽ വീണടിഞ്ഞിടുവാനുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹിൽ ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ചാനലിലെ ഏറ്റവും സ്നേഹസമ്പന്നരും പ്രിയങ്കരരുമായ സഹോദരീ സഹോദരങ്ങൾക്ക്, നിങ്ങളുടെ മനസ്സിന് കുളിർമയേകുന്ന, നിങ്ങളുടെ ആത്മാവിന് തേജസ്സേകുന്ന അൽ ജവാബ് എന്ന MK ഫാബ്രിക്സ് അണിയിച്ചൊരുക്കുന്ന മനോഹരമായ പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നേരം പോകാൻ കാരണം എന്താണ്? നമ്മൾ നേരം പുലർന്നിട്ട് വാച്ചിലേക്ക് നോക്കുമ്പോൾ പടച്ചവനെ 9 മണിയായ റബ്ബേ, എത്ര പെട്ടെന്നാണ് പോകുന്നത്. ഇതാണ് ഖിയാമത്ത് നാളിന്റെ അടയാളം. സമയം നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയില്ല. നേരം പുലരുന്നു, ഉച്ചയാകുന്നു, വൈകുന്നേരമാകുന്നു, രാത്രിയാകുന്നു. അങ്ങനെ ദിവസങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ലോകം അവസാനിക്കാറായി. ഇനി എത്ര റജബ്, ഇനി എത്ര ശഅബാൻ, ഇനി എത്ര റമദാൻ നമുക്ക് കിട്ടുമെന്നറിയില്ല. കരഞ്ഞ് ദുആ ചെയ്യണം, അള്ളാഹുവിന്റെ പൊരുത്തം നേടണം. അടുത്ത ശഅബാനിൽ ഞങ്ങൾ ഉണ്ടാകുമോ, അടുത്ത റമദാനിൽ ഞങ്ങൾ ഉണ്ടാകുമോ അറിയില്ല. അതുകൊണ്ട് തടകുടഞ്ഞെഴുന്നേൽക്കണം. അനാവശ്യമായ ചർച്ചകൾക്ക് സമയം കൊടുക്കാതെ യൂട്യൂബ് അങ്ങോട്ട് ഓണാക്കി വെച്ച് എന്ത് കോമാളിത്തരവും കാണാൻ പറ്റുന്ന കണ്ണുകളായി നിങ്ങളുടെ കണ്ണുകൾ മാറാതെ ആവശ്യമുള്ളത് തിരഞ്ഞെടുക്കുക. ഉപയോഗമുള്ളതിന് കുറച്ച് സമയം കൊടുക്കുക. അള്ളാഹുവിന് വേണ്ടിയിട്ട് പരിപൂർണ സമയത്തെ മാറ്റുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ അള്ളാഹുവും പറയുന്നത് അത് തന്നെയാണ് മുത്തുനബിയോട്. അങ്ങേക്ക് ആവശ്യമില്ലാത്തവർ അങ്ങയെ കുറ്റപ്പെടുത്തി പരിഹരിച്ചു കൂടെ വരും. അവരെ കാര്യം വിട്ടേക്കുക. അവരെ പിന്നെ വിടാൻ പറഞ്ഞത് എന്തിനാ? പറയുന്നു, എന്തിനാണ് നിങ്ങൾ അവരുടെ വാക്ക് കേൾക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്തിനാണ്? അല്ലാഹ് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ദർനി വദർനി വൽ മുകദ്ദിബീന ഉലിൻ നിഅമ വമഹ്തിൽഹും ഖലീലാ. അല്ലാഹ് പറയുന്നു, നബിയെ, ഞാൻ ഒരുപാട് നിഅമത്തുകൾ കൊടുത്തിട്ട് എന്നെ വ്യാജമാക്കുന്നവരെയും എന്നെയും നിങ്ങൾ വിട്ടേക്കുക റസൂലേ. അവരെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എന്ന് പറഞ്ഞാൽ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ അങ്ങനെ നീങ്ങുന്നു, ഇസ്ലാമിനെതിരെ ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. എന്നെയും അവരെയും വിട്ടേക്കുക, അവരെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാമെന്നാണ്. അങ്ങനെ നോക്കിയില്ല ചരിത്രത്തിൽ. മുത്തുനബി നശിച്ചു പോകുമെന്ന് വിരൽ ചൂണ്ടി പറഞ്ഞ അബൂലഹബിന് പിന്നീട് കിട്ടിയ വമ്പൻ നാശം ചരിത്രം എടുത്തു പറയുകയാണ്. ഓരോരുത്തർക്കും ചരിത്രത്തിന് മുന്നോട്ട് നടന്നാലോ ഫിർഔനും ഹാമാനും നമ്രൂദും ഒക്കെ അള്ളാഹുവിനോട് ധിക്കാരം കാണിച്ചു. അള്ളാഹുവിലേക്ക് അഹങ്കാരത്തോടെ ഇടപെട്ടപ്പോൾ കരുണക്കടലായ റബ്ബ് ശക്തമായ രീതിയിൽ അവർക്ക് തിരിച്ചടി കൊടുത്തു. അവർക്ക് പ്രബോധന ഉത്തരവാദിത്വവുമായി കടന്നു വന്ന പ്രവാചക പുങ്കവന്മാരോട് അള്ളാഹു പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ്, നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം പുലർത്തുക, അവരെയും എന്നെയും വിട്ടേക്കുക, അവരെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാമെന്നാണ്. ഭൂമി തന്നെ തലകീഴായി മറിച്ച ചരിത്രമില്ലേ? ഒരു പ്രദേശത്തെ തന്നെ താഴേക്ക് ഇറക്കിക്കൊണ്ടുപോയ ചരിത്രമില്ലേ? ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ഒരു സ്ത്രീയെ അങ്ങനെ തന്നെ കല്ലാക്കി അള്ളാഹു മാറ്റിയ ചരിത്രമില്ലേ? അങ്ങനെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒട്ടകം അവരാവശ്യപ്പെട്ടത് പ്രകാരം പാറയിൽ നിന്ന് ഒട്ടകത്തെ കൊണ്ടുവന്നു. അത്ഭുതമാണ്. ഒരിക്കലും സ്വാലിഹിന് കഴിയില്ല എന്നവർ കരുതി. അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞു, എന്നാൽ ഒട്ടകത്തെ കൊണ്ടുവന്നു. അതിന്റെ പാല് കറക്കാൻ പാടില്ല,
അതിൻ്റെ ഭക്ഷണം കഴിക്കാൻ പാടില്ല, അതിന് വെള്ളം കുടിക്കാൻ സമയം കൊടുക്കണം. ഇതൊന്നും വകവെക്കാതെ അതിന് എതിരെ തിരിഞ്ഞ ഒരു സംഘം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവർക്കൊക്കെ കൊടുത്ത നാശം ഖുർആനിലൂടെ വിളിച്ചു പറയുമ്പോൾ മുത്തുനബിയോടും അങ്ങനെ തന്നെ പറയാൻ, വദർനീ വൽ മുകദ്ദിബീന ഉലിൻ നിഅമ, ഞാൻ കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ട്, ഞാൻ കൊടുത്ത സുഖവും രസവും നുകർന്നിട്ട് എനിക്കെതിരെ തിരിയുന്ന ഒരു വലിയ സംഘത്തെ, അവരെയും എന്നെയും മാറ്റി വെച്ചേക്കുക, അവരുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം, അങ്ങെന്ത് ചെയ്യുക, അവരുടെ വിഷയം ഒഴിവാക്കുക എന്ന് അള്ളാഹുവിന്റെ ഹബീബിനോട് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. തീർച്ചയായിട്ടും വീണ്ടും വിചാരമുണ്ടാകട്ടെ, ഗൗരവത്തിന്റെ ആലോചന ഉണ്ടാവട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. അതിനു മുമ്പ് ഇന്ന് നമ്മൾ പഠിക്കുന്ന പ്രാർത്ഥന നമുക്കറിയാം. നമ്മുടെ കണ്ണ് നിറയുന്നതും കണ്ഠമിടറുന്നതും ഖബറും മരണവും പരലോകവും ഒക്കെ പറയുമ്പോഴാണ്. ഇന്നത്തെ നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കാനും നമ്മുടെ ഖബറും നമ്മുടെ പരലോകവും രക്ഷപ്പെടാനുമുള്ള പ്രാർത്ഥനയാണ്. ഇനി അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ മുഴുവനും. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ചോദ്യത്തിലേക്ക് പ്രവേശിക്കും. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, ഹലോ, എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസൻ അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ, ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം, ഇടപ്പാൾ. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്, കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹിയുടെയും ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു. കൃത്യമായി നമസ്കരിക്കാതെ നടന്നാൽ ദിക്ർ ചൊല്ലൽ കൊണ്ട് മാത്രം അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുന്ന വല്ല മാർഗവുമുണ്ടോ? നമ്മുടെ നാട്ടിൽ കുറച്ച് ചെറുപ്പക്കാർ ഇപ്പോൾ ഈ രീതിയിലാണ് നടക്കുന്നത്. താടിയും മുടിയുമൊക്കെ നീട്ടി വളർത്തി ഒരു വല്ലാത്ത പ്രകൃതമാണ് അവർക്ക്. അവരുടെ ഷെയ്ഖ് അവരോട് അങ്ങനെ പറഞ്ഞു എന്നാണ് ആ യുവാക്കൾ പറയുന്നത്. ഇതിനെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഉസ്താദേ? ചോദിച്ചിരിക്കുന്ന റഷീദാണ്, മാങ്ങാച്ചാൽ. എല്ലാ സ്ഥലത്തും വലിയ ആത്മീയ കച്ചവടം നടക്കുന്ന മേഖലകളാണെന്ന് സജീവമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ അത്ഭുതങ്ങൾ കാണിക്കുക, കുറേ ആളുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ പറഞ്ഞ് മനസ്സിനെ മയക്കിയെടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ യുവാക്കളൊക്കെ നിസ്കാരത്തിൽ നിന്ന് ഒഴിവായി പോയാൽ പിന്നെ എവിടെയാണ് നമുക്ക് വിജയം ഉണ്ടാവുക? 5 നേരം നിസ്കരിക്കുക, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കുക, ദിക്റും സ്വലാത്തും ദുആയും ചെയ്യുക, വൃത്തിയായിട്ട് ഉമ്മയും ഉപ്പയും നോക്കുക. അങ്ങനെ ഇത് ഒരു വിഭാഗം ആത്മീയത എന്ന് പറഞ്ഞാൽ ഉമ്മായും ഉപ്പായും ഭാര്യയും മക്കളെ നോക്കൂല, അവർ സ്വന്തം കാര്യം നോക്കുക, ഭക്ഷണം കഴിക്കുക, അവർ ഭയങ്കര ദൈവത്തായിട്ട് നടക്കുക. അതൊരു വിഭാഗം. മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ഉമ്മായും ഉപ്പായും മക്കളെയും ജോലിയൊക്കെ ചെയ്യും, പക്ഷേ നിസ്കരിക്കൂല, ദിക്റ് മാത്രമേ ഉള്ളൂ. രാത്രി ദിക്റ്, പകല് ദിക്റ്, മുടിയൊക്കെ വെള്ളത്തിൽ ഒരുവിധം ഭ്രാന്ത് പിടിച്ചതുപോലെ ഭയങ്കര ഔലിയാക്കളായിട്ട് നടക്കുന്നൊരു സംഘം. അള്ളാഹുവിൻ്റെ ദീൻ, പരിശുദ്ധ ശരീഅത്ത് എന്ന് പറയുന്ന 5 വഖത്ത് നിസ്കാരം, മാതാപിതാക്കളോടുള്ള കടമ, ഭാര്യാഭർത്തൃ ബന്ധം, മക്കളെ നോക്കുക, അതിനോടൊപ്പം അള്ളാഹുവിലേക്ക് ചേരാൻ പറ്റുന്ന ആത്മീയ വഴികളാണ് വിലായത്തിലേക്ക് ഒരു മനുഷ്യനെ എത്തിക്കുന്നത്. അല്ലാതെ ജനിച്ച ഉടനെ തന്നെ ദിക്റ് മാത്രമേ ഉള്ളൂ, ഈമാനില്ല, ഇസ്ലാമില്ല, നിസ്കാരമില്ല, ഒന്നുമില്ല, ഞാൻ വേറെ പോക്കാണ്, അള്ളാഹെ അറിഞ്ഞിട്ടേ നിസ്കരിക്കുള്ളൂ, നിസ്കരിച്ചാൽ ഞാൻ കാവ്യ നിസ്കരിക്കണ പോലെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തി പ്രവാചകന്മാരായി നടക്കുന്ന ഒരു വലിയ സംഘത്തിന് ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ മക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഇത്തരം വിഷയത്തിൽ ആയിപ്പോയിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തണം. അള്ളാഹു കാത്തിരിമാറാകട്ടെ. എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന മുഴുവൻ ചെടികളും ഞാൻ 4 ദിവസം യാത്ര കഴിഞ്ഞ് വന്നപ്പോൾ ശക്തമായ ചൂട് കൊണ്ട് കരിഞ്ഞുപോയി. ഞാൻ നല്ലതുപോലെ പരിപാലിച്ചിരുന്നവയായിരുന്നു അവ. ഉസ്താദ് പറഞ്ഞതുപോലെ ചെടികൾ പ്രാർത്ഥിക്കുമെന്നും അവകളെ പരിപാലിക്കണമെന്നുമൊക്കെ ഞാൻ കേട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയാണ് ഉസ്താദെ. ഈ ചെടികളുടെ ശാപം എനിക്ക് കിട്ടുമോ എന്ന ഭയം. ഉസ്താദിന് മറുപടി തന്ന് സഹായിക്കാം. ചോദിച്ചിരിക്കുന്നത് റാഹില ഷെരീഫാണ്, മണക്കാട് വരും. ആ വേദന തീർച്ചയായും നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. കാരണം എന്താ, അതിൽ വേറെ പരിഹാരമൊന്നുമില്ല. ഇലകൾ, ചെടികളെന്നൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് നമ്മുടെ പരിപാലനം നല്ലതുപോലെ ഉണ്ടെങ്കിൽ എന്തായാലും കരിഞ്ഞു പോകും. അതിൻ്റെ ശാപം കിട്ടുമോ പ്രാർത്ഥന കിട്ടുമോ എന്നുള്ളതൊക്കെ നമ്മൾ ചിന്തിച്ച് സമയം നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല. അതൊക്കെ അവിടെ ക്ലീനാക്കി പുതിയ ചെടികൾ കൊണ്ടുവന്ന് പരിപാലിക്കുക, അതിൻ്റെ ബറക്കത്ത് നേടുക എന്നത് മാത്രമേ ഉള്ളൂ പരിഹാരം. അല്ലാതെ നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ആ സമയത്ത് ചെയ്തത് യാത്ര പോയെങ്കിൽ നിങ്ങളതിനെ പരിപാലിക്കാനും അതിനെ പരിചരിക്കാനും അതിനെ നോക്കാനും ഒരാളെ തീർച്ചയായിട്ടും നിങ്ങൾ ഏർപ്പാട് ചെയ്യണമായിരുന്നു. അതിന് സാധ്യമാണെങ്കിൽ മാത്രമേ ഇനിയും പുതിയ ചെടി വളർത്തലിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവൂ. സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം. ആ നമസ്കാരം കഴിഞ്ഞ് 41 പ്രാവശ്യം ഒരു ദുആ പറഞ്ഞാൽ സ്വർഗം കണ്ടല്ലാതെ അയാൾ മരിക്കുകയില്ല എന്ന് ഉസ്താദ് ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു. അൽ ജവാബിലെ മുഴുവൻ ശ്രോതാക്കൾക്കും വേണ്ടി ആ ദിക്റ് എന്ത് എന്ന് ഒരിക്കൽ കൂടി വിശദമായി ഒന്ന് പറഞ്ഞു തരുന്നു. ഇത് എഴുതി അയച്ച് ചോദിച്ചിരിക്കുന്നത് ഹനീസ ബീവിയാണ്, വർക്കനവ്. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്, വളരെ എളുപ്പമേറിയതുമാണ്, നമുക്കൊക്കെ ചൊല്ലാൻ പറ്റുന്ന, നമ്മളൊക്കെ നിരന്തരം ചൊല്ലുന്ന, നാവിന് വളരെ ഭാരം കുറഞ്ഞ കട്ടിയില്ലാത്തൊരു വിസ്കറാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത എന്നാണ് ആ പ്രാർത്ഥന. വളരെയേറെ പ്രതിഫലം ആ പ്രാർത്ഥനയ്ക്കുണ്ട്. ആ പ്രാർത്ഥന 41 പ്രാവശ്യം ചൊല്ലിയാൽ അൽഹംദുലില്ലാ സ്വർഗം കണ്ടല്ലാതെ മരിക്കൂല എന്നാണ്. യാ ഹയ്യു യാ ഖയ്യൂം ലാ ഇലാഹ ഇല്ലാ അന്ത എന്ന് പറയുന്ന മനോഹരമായ പ്രാർത്ഥന സുബഹി നമസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരത്തിന് ശേഷം കൃത്യമായി ചൊല്ലാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ എൻ്റെ വാഹനത്തിൻ്റെ അകത്ത് ആയത്തുൽ കുർസിയും 2-3 ദിക്റുകളും എഴുതി ഒട്ടിച്ചിരുന്നു. പക്ഷേ അത് കച്ചവടം ചെയ്തപ്പോൾ നല്ലതുപോലെ ഇളക്കി മാറ്റുവാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഇളക്കി മാറ്റുമ്പോൾ സ്റ്റിക്കറിൻ്റെ പകുതി ഭാഗം വാഹനത്തിൽ ലഭിക്കും. പക്ഷേ ഞാൻ അത് കച്ചവടം ചെയ്തത് ഒരു ഇതര മതത്തിൽപ്പെട്ട സഹോദരനായതിന്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാവില്ല. ചോദിച്ചിരിക്കുന്നത് സൈഫുദ്ദീൻ ഹാജിയാണ്, മലപ്പുറം. നിങ്ങൾക്കതിൻ്റെ പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നമ്മൾ ഈ വാഹനത്തിലൊക്കെ ഇങ്ങനെയുള്ള ധാരാളം സ്റ്റിക്കറുകളൊന്നും ഒട്ടിച്ച് വെക്കരുത്. നമ്മുടെ മനസ്സിലാണ് ഇതൊക്കെ പതിയേണ്ടത്. വാഹനത്തിലൊരു ബറക്കത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഓതലും പറയലൊക്കെ ആകാൻ വേണ്ടിയും കാണുമ്പോൾ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടിയും ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതൊക്കെ പരിപൂർണമായും നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ആയത്തുകൾ എഴുതിയതും പ്രാർത്ഥനകൾ എഴുതിയതും ഒക്കെ നമ്മുടെ ഇതര മതത്തിൽപ്പെട്ടവർക്ക് വാഹനം കൊടുക്കുമ്പോൾ
അവരതിനെ ഏത് രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. അത് വലിച്ചിണക്കി ചിലപ്പോൾ നിലത്തിടും, അതിൽ ചവിട്ടും. ചില ആളുകൾ കല്യാണ കത്തിലൊക്കെ ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന് എഴുതുമല്ലോ. ഇതിപ്പോൾ നമ്മൾ ഹിന്ദുക്കൾക്ക് കൊടുക്കണം, ക്രിസ്ത്യാനികൾക്ക് കൊടുക്കണം, അശുദ്ധിയുള്ളവർക്ക് കൊടുക്കണം. ഖുർആൻ ആയത്ത് കൂടിയല്ലേ, വെറും ഒരു ദിക്റല്ലല്ലോ. അപ്പോൾ വാഹനത്തിലും വീടുകളിലും കച്ചവടം ചെയ്യുന്ന സാധനങ്ങളിലും ഒക്കെ നമ്മളിത് എഴുതുമ്പോൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അതിൻ്റേതായ ചെറിയ ഒരു പോരായ്മ, ഒരു വിഷമം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അള്ളാഹു ഏതായാലും നിങ്ങളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹുവിലേക്ക് പൊറുക്കലിനെ തേടുക. ഖുർആൻ ഓതുമ്പോൾ മാത്രമല്ല, വാഹനത്തിൽ കയറുമ്പോഴും വീട്ടിൽ നിന്നും ഇറങ്ങുമ്പോഴും ഉൾപ്പെടെ ഒരു വിശ്വാസിയുടെ സകല കാര്യങ്ങളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊണ്ട് തുടങ്ങണം എന്ന് പറയുന്നു. എന്താണ് അതിൻ്റെ കാരണം? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ ശ്രേഷ്ഠത എത്രത്തോളമുണ്ട് എന്ന് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് തരണം. ഇതും ചോദിച്ചിരിക്കുന്നത് മനാഫാണ്, പോർത്തുക്കലിൽ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് വലിയ അത്ഭുതമാണ്. 19 അക്ഷരങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉള്ളത് എന്നും അതിൻ്റെ ഓരോ അക്ഷരങ്ങളും ഒരു മനുഷ്യനെ പ്രത്യേകമായ ഓരോ കാവലുകളാണ് എന്നും ചരിത്രങ്ങളിൽ കാണാം. ഒരു വിശ്വാസി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലൽ അനിവാര്യമാണ്. കേവലം ഒരു 13 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതി ഒരു കുഞ്ഞിൻ്റെ തലയിൽ മന്ത്രിച്ച് കൊടുത്താൽ ആ കുഞ്ഞിനെ ബാധിച്ചിരിക്കുന്ന പൈശാചികമായ ഭയപ്പാടുകളും ബുദ്ധിമുട്ടുകളും പോലും മാറിപ്പോകുമെന്നാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിൻ്റെ പുണ്യവും ബറക്കത്തും കൊണ്ട് നാളെ സ്വർഗത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതിയിരിക്കുന്ന മനോഹരമായ ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലെ വെള്ളം അവർക്ക് കുടിക്കാൻ ലഭിക്കുമെന്നൊക്കെ ഹദീസുകളിലുണ്ട്. നമ്മുടെ മക്കളെ ശീലിപ്പിക്കണം. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ബിസ്മില്ല അവരറിയാതെ പറയണം. ചെരുപ്പിടുമ്പോൾ ബിസ്മില്ല അറിയാതെ പറയണം. ആ രീതിയിലേക്ക് നാവിനെ വഴക്കിയെടുത്തു കൊണ്ടുവരാൻ ഉമ്മയും ഉപ്പയും വാത്സല്യബുദ്ധിയോടെ, കൗതുകത്തോടെ, അത്ഭുതത്തോടെ ശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കും. ഈ അടുത്ത സമയത്ത് കർണാടകയിൽ ബാങ്കിനെതിരെ ശക്തമായ രീതിയിൽ ഒരു പ്രഭാഷണം ഒരു സ്ത്രീ നടത്തിയിരുന്നു. ബാങ്ക് പഠിപ്പിക്കുന്നത് മറ്റു മതത്തിലുള്ളവരെ വെട്ടാനും കൊല്ലാനും എന്നൊക്കെയാണ് അവർ പ്രഭാഷണത്തിലൂടെ പറഞ്ഞത്. പൊതുജനങ്ങൾ മുഴുവനും വീക്ഷിക്കുന്ന ഈ പ്രോഗ്രാമിലൂടെ ആ ബാങ്കിന്റെ അർത്ഥവും അതിന്റെ വിശദീകരണവും ഉസ്താദ് ഒന്ന് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഇത് ചോദിച്ചിരിക്കുന്ന അർഷാദ് അഹമ്മദ് കണ്ണ, പുനലൂരിൽ. ഞാൻ കർണാടകയിൽ പ്രഭാഷണത്തിന് പോയപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് കേട്ടിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാതെ, ബോധമില്ലാതെ ഇങ്ങനെ പുലമ്പുന്ന കുറേ ആളുകളുണ്ട് നമുക്കിടയിൽ. അതിപ്പോൾ ഒരു സംഘം എന്ന് മാത്രമല്ല, ഒരു വലിയ വിഭാഗം അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ബാങ്ക്, അതുപോലെ തന്നെ ഖുർആൻ, അതിൻ്റെ അകത്തെ പ്രയോഗങ്ങൾ ഒന്നും അറിയാതെ. ഖുർആനൊക്കെ വലിയ അത്ഭുതങ്ങളാണ്. അതിൻ്റെ കേവലം ചില ലഘുവായ ചില വാക്കുകൾ എടുത്തു വെച്ചിട്ട് അത് അങ്ങനെയാണ് പറഞ്ഞത്, മറ്റുള്ളവരെ കൊല്ലാനാണ്. ഇപ്പൊ തന്നെ ഇങ്ങനെ ഒരു ആൾ പുലമ്പുമ്പോൾ അത് കേൾക്കുന്ന മുഴുവൻ ഇതര മതത്തിൽപ്പെട്ടവരും തെറ്റിദ്ധരിക്കും. ചിലപ്പോൾ ശരിയായിരിക്കാം, എല്ലാവർക്കും അതിൻ്റെ അർത്ഥമൊന്നും അറിയില്ലല്ലോ. അത് ജവാബ് കാണുന്ന ഇതര മതത്തിൽപ്പെട്ടവരോട് ഞാൻ പറയണം, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അള്ളാഹു വലിയവൻ എന്നാണ്. ഒരു ദിവസം 5 നേരം അതിങ്ങനെ മൈക്കിലൂടെ വിളിച്ചു പറയുന്നത് പണം കൊണ്ടും അധികാരം കൊണ്ടും മനുഷ്യർ അഹങ്കരിക്കുമ്പോൾ നിങ്ങളൊന്നുമല്ല, അള്ളാഹുവാണ് നിങ്ങൾക്ക് മുകളിലുള്ളത് എന്ന ബോധം ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കലാണ്. പിന്നെ അവന്റെ മനസ്സിലെ പൈശാചിക ചൂഷകന്മാർ വന്ന് ചൂഷണം ചെയ്തു കൊണ്ടുപോകാതിരിക്കാൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ വേറൊരു ഇലാഹില്ലാന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, മുത്തുനബി അള്ളാഹുവിന്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ. ഇത് തന്നെയാണ് അതിനകത്ത് പറയുന്നത്. അല്ലാതെ നിങ്ങൾ മറ്റുള്ളവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അയൽവാസികളെ ദ്രോഹിക്കുക, നിങ്ങൾ മറ്റു മതസ്ഥരെ കൊന്നൊടുക്കുക, ഒന്നിനൊന്നുമല്ല. അതൊക്കെ ഈ ആവേശത്തിൽ ചില ആളുകൾക്ക് ഒരു സ്പിരിറ്റ് കൂടിയിട്ട് തോന്നുന്നതാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ അല്ലാമ യഖ്ബാലൊക്കെ പറഞ്ഞതുപോലെയുള്ള ആ ഒരു സൗന്ദര്യത്തിന്റെ പൂങ്കാവായ ഇന്ത്യയുടെ ആ ഒരു സൗഹാർദ്ദത അള്ളാഹു നിലനിർത്തി പെരുമാറാനും. യത്തീമായ ഒരു കുട്ടിയുടെ നിക്കാഹിന് കൊടുക്കുവാൻ വേണ്ടി 1 പവന്റെ സ്വർണം ഞാൻ നിയത്തി ചെയ്തിരുന്നു. പക്ഷെ ഞാൻ ആ സ്വർണവുമായി ചെല്ലുമ്പോൾ ആ കുട്ടിയുടെ നിക്കാഹ് കഴിയുകയില്ല. മാത്രവുമല്ല, ആ കുട്ടി കടബാധ്യതയില്ലാതെ നിക്കാഹ് സന്തോഷത്തോടെ കഴിഞ്ഞു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആ കുട്ടിക്ക് വേണ്ടി നിയത്ത് ചെയ്ത സ്വർണം മറ്റൊരു യത്തീമായ കുട്ടിക്ക് കൊടുക്കുന്നത് കൊണ്ട്
തെറ്റുണ്ടോ? ഇത് എഴുതി അയച്ച് ചോദിച്ചത് ഫഹദ് ഫർഹാൻ കണ്ണൂരിൽ നിന്ന്. തീർച്ചയായിട്ടും ചെയ്യാം. ഇത്തരം സുമനസ്സുകൾക്ക് അള്ളാഹു എല്ലാ നന്മകളും പ്രദാനം ചെയ്യട്ടെ. അർഹതപ്പെട്ട മറ്റൊരു യതീമായ കുട്ടിക്ക് തീർച്ചയായിട്ടും ഈ പഠനം കൊടുക്കാവുന്നതാണ്. ഇവിടെ യതീമായ കുട്ടി തന്നെ ആയിരിക്കണം എന്നത് നിബന്ധനയാണ്. കാരണം ഈ 1 പവന്റെ അല്ലെങ്കിൽ 2 പവന്റെ സ്വർണം യതീമായ കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നിയത്ത് ചെയ്തതെങ്കിൽ അങ്ങനെ തന്നെ കൊടുക്കും. നമ്മളിപ്പോ ഒരു യതീമായ കുട്ടിക്ക് ചെന്ന് അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കടങ്ങളൊന്നുമില്ല, എന്നാൽ പിന്നെ അടുത്ത ഏതെങ്കിലും ഒരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുക്കാമെന്ന് തന്നെ തീരുമാനിക്കേണ്ടത്. ആ നിയത്ത് യതീമായ കുട്ടിയെ കണ്ടെത്തി മറ്റൊരു യതീമായ കുട്ടിക്ക് കൊടുക്കുന്നത് വരെയും ആ നിയത്ത് കേൾപ്പിക്കുന്നത്. ഞാൻ എയർപോർട്ടിലെ ബാത്റൂമിൽ ക്ലീൻ ചെയ്യുന്നു. പലപ്പോഴും എൻ്റെ നാവിൽ ദിക്റും സ്വലാത്തും ഒക്കെ വന്നു പോകാറുമുണ്ട്. ചിലപ്പോൾ ഞാൻ ഇതൊക്കെ ക്ലീൻ ചെയ്ത് ഇരിക്കുമ്പോഴാണ് ദിക്റും സ്വലാത്തും ഒക്കെ വന്നു പോകുന്നത്. ഇതിന് പരിഹാരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ചോദിച്ചിരിക്കുന്നത് ജലാല ഉച്ചേരിൽ. നിരന്തരം അള്ളാഹുവിന്റെ ദിക്റും സ്വലാത്തുമായി കഴിഞ്ഞുകൂടുന്ന ആള് ഇപ്പൊ എയർപോർട്ടിലെ ബാത്റൂം ജോലി എന്നൊക്കെ പറയുമ്പോൾ ഒരു രാവിലെ മുതൽ വൈകുന്നേരമാണെങ്കിലും ഷിഫ്റ്റായിട്ട് രാത്രിയാണെങ്കിലും നേരം പുലരുന്നവരാണെങ്കിലും നിൽക്കേണ്ടതാണ്. ചിലപ്പോൾ ശ്രദ്ധിക്കാതെ ഞാൻ ബാത്റൂമിലാണ് നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ചിലപ്പോൾ നാവിൽ ഇതൊക്കെ വന്നു പോകാം. അവിടെ ശ്രദ്ധ മാത്രമേ നമുക്ക് മറുപടി ഉള്ളൂ, വേറെ മാർഗമൊന്നുമില്ല. പിന്നെ സമയം കിട്ടുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് പൊറുക്കന്നെ തേടാൻ പറയാം. കാരണം ഇസ്തിഗ്ഫാറില്ല, ഞാൻ ഇങ്ങനെ ഒരു ജോലി ചെയ്യുന്നവനാണ് റബ്ബെ, അറിയാതെ നാവിൽ നിന്ന് ഇക്റും സ്വലാത്തും ഒക്കെ വന്നുപോയ മാപ്പാക്കണമെന്ന് കരഞ്ഞ് റബ്ബിനോട് പറയുക എന്നതേ ഉള്ളൂ. അള്ളാഹു തആല പുറത്തുതരാം. എന്റെ ജീവിതത്തിലെ സുപ്രധാന വഴിത്തിരിവിലേക്കുള്ള യാത്രയിലാണ് ഞാൻ. അതുപോലെ മുന്നോട്ടുള്ള യാത്രയും പെർഫെക്റ്റ് ആകണം. എനിക്ക് മാത്രമല്ല, ഈ യാത്രയിൽ കൂടെയുള്ളവർക്കെല്ലാം ഇതൊരു പെർഫെക്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കണം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഹലോ. എങ്ങനെയുണ്ട്? ഞങ്ങളുടെ പെർഫെക്റ്റ് ബിഗിനിങ്ങിന് ഇതിലും പെർഫെക്റ്റ് ചോയ്സ് ഇല്ല. സിഗ്നേച്ചർ ഗ്രൂം ആൻഡ് ബ്രൈഡ്, ഓപ്പോസിറ്റ് ശങ്കസ് ഹോസ്പിറ്റൽ, കൊല്ലം. അമ്മേ, നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. നിങ്ങൾക്കറിയാമോ, ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന്? പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധക്കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു. ആസ്മ, അലർജി എത്ര പഴകിയതുമാകട്ടെ ഔഷധ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താം. ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ 9446182437. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി, പത്തനാപുരം, ഇടപ്പള്ളി, മലപ്പുറം ഇടപ്പാൾ. അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാഹ് ഏറ്റവും നല്ല ചോദ്യകർത്താവിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ്, തിരുവനന്തപുരം, പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബ്. അള്ളാഹു അദ്ദേഹത്തിന് ഈ പരിശുദ്ധ ശഅബാനിന്റെ കാവലും കറാമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. 2ാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചറിന്റെ ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ സാഹിബാണ്. മാഷാ അള്ളാഹ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എല്ലാ വിജയവും അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവർക്ക് ബിസിനസ്സിൽ ഒരുപാട്
പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കാഴ്ചവെക്കുവാനും കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ തൻ്റെ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഹിക്മത്തുകൾ അള്ളാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. 3-ാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ്, അൽഹംദുലില്ലാ, അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അവാർഡുകളും പ്രശംസകളും പിടിച്ചുപറ്റിയ അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ. കൊല്ലം ജില്ലയുടെ കരുനാഗപ്പള്ളി, അതുപോലെ തന്നെ പത്തനാപുരം, എറണാകുളത്ത് എടപ്പള്ളിയിലൊക്കെ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലുണ്ട്. അള്ളാഹു താല അവിടെ ചെല്ലുന്നവർക്ക് ശിഫ പ്രദാനം ചെയ്യട്ടെ. നമ്മൾ ഇന്ന് പഠിക്കാമെന്ന് പറഞ്ഞ പ്രാർത്ഥന, ഖബറും മരണവും പരലോകവും, ഈ പ്രാർത്ഥനയിലൂടെ പരലോകത്ത് വലിയ കാവല് നേടാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ വസിയ ഖുബൂറനാ വഅൽഹിംനൽ ജവാബ ലിസ്സുആലി മുൻകരിൻ വനകീരിൻ അലൈഹിസ്സലാം വനഊദു ബിക മിൻ അദാബിൽ ഖബ്രി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുമ്മ വസിയ ഖുബൂറനാ, പടച്ചവനെ ഞങ്ങളുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. ഫഅൽഹിംനൽ ജവാബ ലിസ്സുആലി മുൻകരിൻ വനകീരിൻ അലൈഹിസ്സലാം വഅൽഹിംനൽ ജവാബ ലിസ്സുആലി മുൻകരിൻ വനകീരിൻ അലൈഹിസ്സലാം. മുൻകർ നകീറിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള കരുത്തു നൽകണേ അല്ലാഹ്. വനഊദു ബിക മിൻ അദാബിൽ ഖബർ, ഖബറിന്റെ അദാബിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ റബ്ബേ. അല്ലാഹുമ്മ വസിഅ ഖുബൂറനാ ഫഅൽഹിംനൽ ജവാബ ലിസ്സുആലി മുൻകരിൻ വനകീരിൻ അലൈഹിസ്സലാം വനഊദു ബിക മിൻ അദാബിൽ ഖബ്രി യാ റബ്ബൽ ആലമീൻ. ഒരു പ്രാവശ്യം കൂടി പാരായണം ചെയ്യാം. അല്ലാഹുമ്മ വസിഅ ഖുബൂറനാ വഅൽഹിംനൽ ജവാബ ലിസ്സുആലി മുൻകരിൻ വനകീരിൻ അലൈഹിസ്സലാം വനഊദു ബിക മിൻ അദാബിൽ ഖബ്രി യാ റബ്ബൽ ആലമീൻ. അല്ലാഹു പഠിക്കാനും ഇത് പാരായണം ചെയ്യാനും ഈ പ്രാർത്ഥനയിലൂടെ പരലോകത്ത് വലിയ കാവല് നേടാനും അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം എഴുതി അറിയിക്കുക. AM നൗഷാദ് ബാക്കവി, അൽ ജവാബ്, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കുളം, മുടപുരം BO ചിറയങ്ക്. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന MK ഫാബ്രിക്സിനുണ്ടായിരിക്കണം. തീർച്ചയായിട്ടും MK ഫാബ്രിക്സിലെ പ്രിയപ്പെട്ട നിസാർ സാഹിബ്, ഷറവുദ്ദീൻ സാഹിബ് ഒക്കെ അതിനു വേണ്ടിയിട്ടാണ് ഈ പ്രോഗ്രാമുമായി ബന്ധപ്പെടുന്നത്. അവിടെ കച്ചവടത്തിൽ അള്ളാഹു അഭിവൃദ്ധി പ്രദാനം ചെയ്യട്ടെ. ജനങ്ങൾക്കൊക്കെ അവിടേക്ക് ഒരു ആകർഷണം ജനങ്ങളുടെ മനസ്സിൽ അള്ളാഹു കൊടുക്കട്ടെ. ഈ എഴുതി കാണിക്കുന്ന നമ്പറിൽ, ഈ പരസ്യത്തിലെ നമ്പറിൽ നിങ്ങളൊന്ന് വിളിച്ച് ഞങ്ങൾ അൽ ജവാബ് കണ്ടിട്ട് വരികയാണ്, മോളെ നിക്കാഹാണ്, അല്ലെങ്കിൽ വീട്ടിൽ കുറച്ച് ട്രസ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഒരു സ്വീകാര്യത തീർച്ചയായിട്ടും നിങ്ങളുടെ ഇടപെടലിൽ അവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വസ്ത്ര ശൃംഖലയിൽ അണിചേരാൻ, അതിനെ ബുക്ക് ചെയ്യാൻ, അതിൻ്റെ ബുക്കിംഗ് നമ്പരൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ പരസ്യത്തിൽ അവരുടെ പേര് പറയുന്ന ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല, അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടിട്ട് ഇത്രാം തീയതിയാണ് കല്യാണം, അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഈ രീതിയിലുള്ളതാണ്, ഈ നിറമാണ്, നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ, അവിടെ ഉള്ളത് എടുക്കുന്നതിനേക്കാൾ ഉപരി നിങ്ങൾ പറഞ്ഞു കൊടുത്താൽ അതേ രൂപത്തിലും ഭാവത്തിലും നിറത്തിലും ആ ഗുണത്തിലും നിങ്ങൾക്ക് മേന്മയേറിയ വസ്ത്ര ശൃംഖല തന്നെ അവർ നിങ്ങൾ പറയുന്ന ടൈമിൽ ഒരുക്കി തരുന്നതാണ്. അൽഹംദുലില്ലാ, പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അള്ളാഹുവേ ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസിൻ്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അള്ളാഹ്. ഒരുപാട് നന്മകൾ അള്ളാഹു ആ കുടുംബത്തിന് നസീബാക്കി കൊടുക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ പ്രോഗ്രാമുമായി ഇതേ സമയം ഇൻഷാ അള്ളാഹ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.